ദുരന്തഭൂമിയായി വയനാട്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6 കാണാതായ 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിൽ തടസ്സമാണ്. അതേസമയം തുരങ്കപാത അന്വേഷണ സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കും. ദുരന്ത സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ദുരന്ത സാധ്യത തിരിച്ചറിഞ്ഞ് വേണ്ട മുൻകരുതൽ എടുത്തില്ലെന്ന് ആരോപിച്ചു. ശക്തമായ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പുണ്ടായി. പക്ഷേ അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ഇത് ഗൗരവപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാതായത്? ഇത്തരത്തിലൊരു അതിതീവ്ര മഴ ഉണ്ടായിട്ടും അപകട മുന്നറിയിപ്പുകൾ നൽകിയില്ല എന്നത് അതിലും അലംഭാവം ഉണ്ടായിട്ടുണ്ട്. സാധാരണ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മാനദണ്ഡപ്രകാരം 244.4 മില്ലിമീറ്ററിന് മുകളിലുള്ളത് അതിതീവ്ര മഴയാണ്. ഇവിടെ പുറത്തിറക്കിയ മഴ മുന്നറിയിപ്പിൽ യെല്ലോ അലർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും തീവ്രമായ മഴ പെയ്തിട്ടും വേണ്ട മുൻകരുതലുകൾ കൈക്കൊള്ളാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ഈ ദുരന്തം നടന്നതിന് ശേഷം സർക്കാരും ബന്ധപ്പെട്ടവരുമെല്ലാം രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ കൂട്ടിയിട്ട മണ്ണിൻ്റെ വലിയൊരു ഭാഗം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഭാഗത്തുകൂടെ ഈ വെള്ളം വന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഉള്ളത്. അല്ലെങ്കിൽ കൂട്ടിയിട്ട മണ്ണിൻ്റെ ഒരു ഭാഗത്തുകൂടെയാണ് വെള്ളം വരുന്നത്, മേലെ നിന്നുള്ള ഒഴുക്ക് വരുന്നത്. മറ്റേ ഭാഗത്തുകൂടി വന്നിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഇതുവരെ ഇന്ന് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 2 പേരെ കുറിച്ചാണ് ഇനിയും വിവരങ്ങൾ കിട്ടാനുള്ളത്. മഴ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? തെരച്ചിൽ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണോ? രഞ്ജിത്ത്, രാവിലെ മുതൽ തെരച്ചിലിന് അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു കനത്ത മഴ പെയ്തെങ്കിൽ പോലും അത് കഴിഞ്ഞ ദിവസത്തെ പോലെ നീണ്ടു നിൽക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യമായ ബുദ്ധിമുട്ട് തെരച്ചിലിന് ഉണ്ടാക്കിയില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെടുത്തു. ഒരാളുടെ മൃതദേഹം സോൺ 1 നിന്നും 2 പേരുടെ സോൺ 3 നിന്നുമാണ് കണ്ടെത്തിയത്. സോൺ 3 എന്ന് പറയുമ്പോൾ ആ മൺകൂന് കൂട്ടിയിട്ട ആ ഭാഗത്ത് ഇടതുഭാഗത്തായിട്ട് പുഴയുടെ വശത്തോട് ചേർന്നാണ്. കഴിഞ്ഞ ദിവസം ബസ്സെല്ലാം കുടുങ്ങി കിടക്കുകയും മറ്റും ചെയ്ത ഭാഗത്തു നിന്നാണ് 2 മൃതദേഹങ്ങൾ, ആ മേഖലയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയത്. ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും കണ്ടെത്തിയത് രാഹുൽ ശർമ്മ, മുഹമ്മദ് ഇമ്രാൻ, അസറുദ്ദീൻ അൻസാരി എന്നിവരുടേതാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം. ഇതിൽ ഈ മുഹമ്മദ് ഇമ്രാൻ്റേത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ 2 ദിവസം മുമ്പ് ഈ അപകടം നടന്ന അന്ന് തന്നെ പരിശോധനയിൽ ലഭിച്ചിരുന്നു. ആ മൊബൈൽ ഫോണിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കണ്ടെടുത്തപ്പോൾ അതേ മുഖമാണ് എന്നാണ് തെരച്ചിൽ നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വ്യക്തമാക്കിയത്. ഏറ്റവും അവസാനം ലഭിച്ചത് അസറുദ്ദീൻ അൻസാരിയുടെ മൃതദേഹമാണ്. ഇനി വിക്രം റാണ, രാകേഷ് കുച്ചത്ത് എന്നീ 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. കാലാവസ്ഥ വലിയ പ്രശ്നമുണ്ടാക്കിയില്ലെങ്കിൽ തെരച്ചിൽ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത പുഴയുടെ മേഖലയിലും അതുപോലെ തന്നെ സോൺ 4-ലും തെരച്ചിൽ നടത്താനുള്ള ശ്രമങ്ങളും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ, അതായത് പാലത്തോട് ചേർന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ മറുവശത്ത് അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്ത് അവിടം സുരക്ഷിതമാക്കാനുള്ള പ്രവൃത്തിയും ഈ സമയത്ത് പുരോഗമിക്കുകയാണ്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കാലാവസ്ഥ അനുകൂലമാണ് തെരച്ചിലിന് എന്നത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് പല ഇടങ്ങളിലും കടന്നു ചെന്ന് തെരച്ചിൽ നടത്തുവാനും കഴിഞ്ഞ ദിവസത്തേക്കാൾ തെരച്ചിലിൽ ഫലം ഉണ്ടാക്കുവാനും സാധിച്ചതെന്ന് വേണം മനസ്സിലാക്കുവാൻ. എന്താണെങ്കിലും തെരച്ചിൽ ഊർജിതമായിട്ട് തന്നെ പുരോഗമിക്കുകയാണ് ഇവിടെ. രഞ്ജിത്ത്, CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.